കേരളത്തിന്റെ ചരിത്രത്തിൽ പല മതങ്ങളും കേരളത്തിൽ വന്നതുപോലെ ക്രിസ്തു മതവും കേരളത്തിൽ വന്നു. ഭാരതീയ സംസ്കാരം എന്ന് പറയാനാവില്ല, എങ്കിലും പറയാം. അന്നത്തെ ക്രിസ്ത്യാനികൾ ഇവിടുത്തെ ഹിന്ദുമത ആചാരപ്രകാരമുള്ള ജീവിത രീതിയിലായിരുന്നു അവർ ക്രിസ്ത്യാനികളായി അന്നത്തെ ഭാരതത്തിൽ ജീവിച്ചിരുന്നത്. AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുമതം കേരളത്തിൽ എത്തി എന്ന് പറയപ്പെടുന്നു. AD 52-ൽ സെന്റ് തോമസ് മുസരീസിനടുത്തുള്ള മാലിയങ്കര എന്ന സ്ഥലത്ത് കപ്പലിറങ്ങിയെന്നും ആ മേഖലയിൽ ഉണ്ടായിരുന്ന പല ബ്രാഹ്മണ കുടുംബങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തു എന്നും പറയപ്പെടുന്നു. ശരിക്കും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന സെന്റ് തോമസ് കൺവേർട്ട് ചെയ്ത ക്രിസ്ത്യാനികൾ സുറിയാനി ഭാഷയിലുള്ള കുർബാനയാണ് അന്നുവരെ പിന്തുടർന്നിരുന്നത്. അതും പോർച്ചുഗീസുകാരുടെ വരവിന് മുന്നേ വരെ. പോർച്ചുഗീസുകാരുടെ വരവിനോടുകൂടി റോമിന്റെ ആധിപത്യം അല്ലെങ്കിൽ റോമൻ ആധിപത്യം ഈ ക്രിസ്ത്യാനികളെ എല്ലാവരും റോമിന് കീഴിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവര് നല്ല രീതിയിൽ ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ആ സമയത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന സെന്റ് തോമസ് ക്രിസ്ത്യാനികൾ സുറിയാനി ഭാഷയിലുള്ള കുർബാനയാണ് അന്നുവരെ പിന്തുടർന്നിരുന്നത്. പോർച്ചുഗീസ് ക്രിസ്ത്യാനികൾ വരുന്നത് വരെ ഈ പേർഷ്യൻ ക്രിസ്ത്യാനികളുടെ കീഴിലായിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയപ്പെടുന്നു. ഈ ഒരു സമയത്താണ് പോർച്ചുഗീസ് കപ്പലുകൾ കേരളത്തിൽ നങ്കൂരമിടുന്നത്. അങ്ങനെ അവരുടെ ലത്തീൻ ഭാഷയിലുള്ള പ്രാർത്ഥനാ രീതി കേരള ക്രിസ്ത്യാനികൾക്കിടയിൽ വന്നു തുടങ്ങുന്നു. പിൽക്കാലത്ത് റോമിലെ പോപ്പിന്റെ ആധിപത്യം കേരളത്തിൽ സ്ഥാപിക്കുകയും ലത്തീൻ പ്രാർത്ഥനാ രീതി അവർക്കിടയിൽ കൊണ്ടുവരാനുള്ള തീവ്രമായ ശ്രമത്തിന്റെ ഫലമായി അതിനെ ചെറുത്തു നിൽക്കുക എന്ന ഒരു വിഭാഗം ക്രിസ്ത്യാനികളുടെ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ടാണ് ഉദയംപേരൂർ സുനഹദോസ് ഉണ്ടാകുന്നത്. അങ്ങനെ ഈ കഥകളെല്ലാം വായിച്ച് ഈ ചരിത്രമെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉദയംപേരൂർ സുനഹദോസ് നടന്ന സ്ഥലം ആദ്യം കൂട്ടുകാരുടെ ഒക്കെ വഴി ചോദിച്ചത് എവിടെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെയാണ് തൊട്ടടുത്ത് ഞാൻ താമസിക്കപ്പെട്ടു. പുറപ്പെട്ട് ആദ്യം ആ പള്ളിയുടെ മുന്നിൽ എത്തിയപ്പോൾ ആദ്യം കണ്ടത് ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള ആ പള്ളിയുടെ മുന്നിലുള്ള കരിങ്കല്ലിൽ കൊത്തിയ കുരിശാണ്. ഈ കരിങ്കല്ലിൽ കൊത്തിയ കുരിശ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം എന്തുകൊണ്ടാണ് അത് അത്രയും പഴക്കം ഫീൽ ചെയ്യണ ഇതാണ്. ഈ കരിങ്കല്ല് കൊത്തിയെടുത്ത ശരിക്കും അമ്പലത്തിൽ കൊടിമരം വെച്ചേക്കുന്നത് എങ്ങനെയാണോ ശരിക്കും അതുമായൊക്കെ വളരെ സാമ്യം എനിക്ക് ഈ കരിങ്കല്ലിൽ കൊത്തിയേക്കണ ഈ കുരിശിന് തോന്നിയിട്ടു. അതിന്റെ അടിയിൽ ഒരുപാട് ശില്പങ്ങളും എന്താ പറയാ എംപോസ് ചെയ്ത ശില്പങ്ങളൊക്കെ അടിയിൽ നമുക്ക് കാണാം. പിന്നെ അത്രത്തോളം പഴക്കം ഈ കടലിലെ വെള്ളത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പുഴയിലൊക്കെ നിൽക്കുന്ന കരിങ്കല്ല് പോലെ തേഞ്ഞ് മഴയും വെയിലും ഒക്കെ കൊണ്ട് തേഞ്ഞ വർഷങ്ങൾ പഴക്കമുള്ള കുറെ ആ കുരിശ്. ഈ കുരിശിന്റെ ചില ഭാഗങ്ങളൊക്കെ അവർ സിമെന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പള്ളിക്ക് അടുത്തോട്ട് ചെന്നു. അന്ന് പള്ളിക്കടുത്ത് ചെന്നപ്പോ പള്ളി നവീകരിച്ചിട്ടുണ്ട്. പള്ളി ഒരു വർഷം മുന്നേ ഒന്നൊന്നര വർഷത്തിന് മുന്നേ നവീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സൈഡിലെ സൺഷെയ്ഡുകളും പിന്നെ പല ഇതിന്റെ ലിഖിതങ്ങൾ എഴുതി വെച്ചേക്കുന്ന ആ ഒരു മാൻസ്ക്രിപ്റ്റ് ഒക്കെ വളരെ ഭംഗിയായിട്ട് അവർ കോൺക്രീറ്റ് ചെയ്ത് പെയിന്റ് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അങ്ങനെ അകത്ത് കടക്കാൻ വേണ്ടി അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും ആളെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തിച്ച്, കാരണം ഇതൊക്കെ ആര് കാണാൻ നല്ല രീതിയിലാണ് പുള്ളി വിളിച്ചു വരുത്തിച്ച് അകത്ത് കയറിയപ്പോ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം അത്രക്ക് മനോഹരമായിട്ട് അത് റീവർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന അൾത്താരയ്ക്ക് അകത്ത് ഒരു എന്താ പറയാ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ അടുത്ത് വരുന്ന ഒരു ക്രിസ്ത്യൻ രാജാവിന്റെ കല്ലറയും കൂടിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് കയറുമ്പോൾ തന്നെ കാണാം. കാരണം വളരെ വിരളമായിട്ടാണ് പള്ളികളിൽ ഇതേപോലെ അതും പള്ളിയുടെ മഖ്ബേല് ഈ ശവകുടീരങ്ങൾ വെക്കാറ്. ഇപ്പൊ വെക്കാറില്ല. പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ വെക്കാം. അങ്ങനെ ക്രിസ്തു മത അല്ലെങ്കിൽ ക്രിസ്ത്യൻ രാജാവ് എന്ന് പറയപ്പെടുന്ന ഒരു രാജാവിന്റെ ശവകുടീരം നമുക്ക് കയറുമ്പോൾ തന്നെ കാണാം.
പിന്നെ മരത്തിനൊക്കെ നല്ലോണം പഴക്കം ഉണ്ടെങ്കിൽ അതൊക്കെ അവര് റീവർക്ക് ചെയ്ത് പോളിഷ് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ ആഴ്ചയിൽ ഒന്നോ ഒക്കെ കുർബാന നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തൊട്ടപ്പുറത്ത് തന്നെ വേറെ പള്ളിയുണ്ട് ഈ ഇതിന്റെ തന്നെ, അതും നിലവിൽ ഇപ്പൊ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പള്ളി. അങ്ങനെ ഞാൻ ആ പടവുകൾ കയറി മുകളിലെ ബാൽക്കണി, കുർബാന ബാൽക്കണിയിൽ ഇരുന്ന് കാണുന്ന ഒരു സെക്ഷനിലോട്ട് നടന്നു. ഫുൾ മരം കൊണ്ടുണ്ടാക്കിയ പഴയ ഗോണിപ്പടികൾ പോളിഷ് ചെയ്ത് അതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് അത് ഗംഭീരമാക്കി റീവർക്ക് ചെയ്തിട്ടുണ്ട്, റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ തൂണിൽ കൊത്തിയേക്കുന്ന പൂക്കളെ കണ്ട് ഓരോ എന്താ പറയാ റിലീഫുകൾക്കും ഓരോ സ്കൾപ്ചേഴ്സിനും ക്രിസ്ത്യാനിറ്റിയുമായിട്ട് കൃത്യമായിട്ടുള്ള കഥകൾ പറയാനുണ്ട് കേട്ടോ. ഈ ശില്പം നോക്കും, മുതലയുടെ വായിൽ നിന്ന് വരുന്ന സ്ത്രീ, ഇതിനെല്ലാത്തിനും അതിന്റെ ബാക്ക് സ്റ്റോറി പറയാനുണ്ട്. ഇതും ഹിന്ദു അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെ ബിഷപ്പ് ഹൗസിലുള്ള ഇൻഡോ പോർച്ചുഗൽ മ്യൂസിയം ഒന്ന് സന്ദർശിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചരിത്രം നമുക്ക് അവിടെ നിന്നും പഠിക്കാമല്ലോ. അങ്ങനെ അത് സന്ദർശിച്ചപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു തിരുക്കുടുംബത്തിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ സെന്റ് തോമസ് ഇവിടെ വന്ന് എന്താ പറയാ ക്രിസ്ത്യാനിറ്റിയെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഫോട്ടോ, പഴയ ഭാഷകളിൽ എഴുതിയേക്കുന്ന. ശരിക്കും ഈ മ്യൂസിയം 5 വിഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഒന്ന് അൾത്താര, പിന്നെ ഘോഷയാത്ര, സിവിൽ ലൈഫ്, കത്തീഡ്രൽ. ഇവ ഓരോന്നായി വേർതിരിച്ച് വേണം നമുക്ക് കാണാൻ. ഇതിനകത്ത് ആ പള്ളിയുടെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ പള്ളിയുടെ അൾത്താരയുടെ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്ന് അതിനകത്ത് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ സ്കെച്ചിൽ വരുന്ന മാനദണ്ഡങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. പഴയ കാലത്ത് എന്താ പറയുക പ്രൊട്ടസ്റ്റുകളും യുദ്ധങ്ങളും ഉണ്ടായപ്പോൾ പൊളിച്ച് കളഞ്ഞ പള്ളികളുടെ അവശിഷ്ടങ്ങളും പല നാട്ടുകാരുടെ കയ്യിൽ എത്തപ്പെടുകയും അതൊക്കെ റീകളക്ട് ചെയ്ത് ഈ മ്യൂസിയത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിലെ ചില ശില്പങ്ങൾ എന്താ കാണുമ്പോൾ നമുക്ക് ആ കാലഘട്ടത്തിലെ ആൾക്കാർ എത്രത്തോളം എന്താ പറയുക കഴിവുള്ളവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത കുറച്ച് കഥകളും കുറച്ച് വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ